ഇപ്പൊ റെന്ന് 1 മാസത്തേക്ക് ലാബിന്റെ കാര്യമായിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ലുവാനാണ് അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ അവനെ സുരക്ഷയായിട്ട് നോക്കിക്കോളാൻ പറയും. അതുകൊണ്ട് അവന്മാരും ഞങ്ങൾ അവനെ സുരക്ഷയായിട്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ അവിടെ നിന്ന് പോകുമ്പോൾ അതേസമയം റെന്നും ഇവൾക്ക് ബായ് പറയാൻ മനസ്സിലാതെ ഇവന് നല്ലോണം ഫുഡൊക്കെ കഴിക്കുന്ന പറഞ്ഞ് എപ്പോഴും നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പറയും. അതോടെ അവളാണ് എങ്കിൽ പിന്നെ എപ്പോഴും സംസാരിച്ച ഇവന്റെ പഠിത്തത്തിന് ശല്യത്തില്ലെന്ന് ചോദിക്കുമ്പം അവനാണ് നീ ശല്യപ്പെടുത്തുവാണ് എനിക്കത് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് റൊമാൻസ് ചെയ്യും. അപ്പോഴാണ് അവൾ ഇവന്റെ ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് ഇതിനകത്ത് 30 പീസ് ഉണ്ടെന്ന് പറയും. അങ്ങനെ അവസാനം ഇവൻ കഴിച്ചു തീർക്കുമ്പോൾ ഇവളെ നേരിട്ട് കാണാന്ന് പറഞ്ഞ് അതുവരെ ഓരോന്നായിട്ട് ഇവനെ കഴിച്ച് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവന്റെ ഫ്ലൈറ്റിന്റെ സമയമാകുമ്പോഴാണ് ഇവന് ബായ് പറയാൻ മനസ്സിലാതെ അവളെ നോക്കി ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ ലുവാൻ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് വീണ്ടും റെൻ അവിടേക്ക് വന്നിട്ട് നിനക്ക് എന്തെങ്കിലും പാടായിട്ടുള്ള വർക്കുണ്ട് എന്റെ കൂട്ടാനോട് പറഞ്ഞാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവളോട് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ലുവാനും ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ആശുപത്രി ചെല്ലുമ്പോഴാണ് ഇവളിപ്പോ പഠിപ്പിക്കുന്ന വേറൊരു ഡോക്ടറാണ്. അപ്പോഴാണ് അവരും മറ്റേ ഡോക്ടർ ഇവളെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാ വർക്ക് ചെയ്യാൻ താല്പര്യം ചോദിക്കും. അപ്പോഴാണ് ലുവാനും എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾ എനിക്ക് എന്താണെങ്കിലും പഠിപ്പിക്കാം എന്നതിന് ലുവാൻ പറയുമ്പോഴാണ് ഇത് കേട്ട ഡോക്ടറാണ് എന്തായാലും എല്ലാം പഠിച്ചാലും ഇവളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റ് എടുത്തേ പറ്റത്തുള്ളെന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് ലുവാനും ഇതുവരെ ഒന്നും പിടിയില്ലെന്ന് പറഞ്ഞ് അവൾ ഇനി അതിനെക്കുറിച്ച് ആലോചിക്കാന്ന് പറയും. എന്നിട്ട് അവരും തൽക്കാലം ഇപ്പോൾ വർക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ ചുമ്മാ പേഷ്യൻസിന് റൂമൊക്കെ നോക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവൾ അവിടെ നേരെ വാങ്ങിനെ കാണാൻ വേണ്ടി വരും. കാരണം പാവം പയ്യൻ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് ഇതുവരെ എഴുന്നേറ്റ് നടന്നിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് ഇവളും അവന് വേണ്ടി കുറെ കെയർ ചെയ്ത് ഫുഡൊക്കെ എടുത്ത് വെക്കുമ്പം അവന്റെ കരയുന്ന ശബ്ദം ഇവൾ കേൾക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഇവളാണ് അപ്സെറ്റ് ആയിട്ട് എടാ നീ കരയാണോ, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയടാ, പക്ഷെ ഇതിനതിനെ കഴിക്കോളെല്ലാം ഉണ്ട് എന്ന് ഇവളും പറഞ്ഞിട്ട് ആ ബെഡ്ഷീറ്റ് പിടിച്ച് മാറ്റി വെക്കുമ്പോഴാണ് അവൻ അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവന് കളിച്ചോണ്ടിരിക്കുന്ന ഗെയിമിൽ ഒരു പെങ്കൊച്ചിനെ സെറ്റാക്കി എടുത്ത് കളിയാന്ന് പറഞ്ഞ് ഇവളോട് ആ കാര്യം പറയുമ്പം ലുവാനാണ് സത്യത്തിൽ പെങ്കൊച്ചാണോ അല്ല പയ്യന്മാരാണോ ചോദിക്കും. അതോടെ അവനും പേടിച്ചിട്ട് ഒന്ന് പോയേ, ഞാൻ ഒന്നും കൂടെ ലൈൻ സെറ്റാക്കി എടുക്കാൻ നോക്കുമ്പോൾ നീ എന്നെ തടസ്സമായിട്ട് വരുന്നു. കൂടാതെ അവനെ ക്യൂട്ട് ഗായ് എന്നൊക്കെ ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് എന്ന് ഇവൻ പറയുമ്പോഴാണ് അവളും ബെസ്റ്റ് എങ്കിൽ പിന്നെ അത് ഗേളൊന്നും ആയിരിക്കത്തില്ലടാ വല്ല പയ്യന്മാരായിരിക്കും എന്ന് അവൾ അവൻ അഡ്വൈസ് ചെയ്യും. ഇതേ സമയം കൂട്ടുകാരനും അവന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴാണ് അവൻ ഇതുവരെ സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് തന്നിട്ടില്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ പോകുന്ന പറയും. അങ്ങനെ ഒരു വില കൂടിയ ബാഗ് ഇവൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് അത് കണ്ട് അവളാണ് ഷോക്കായിട്ട് എന്റെ അമ്മോ ഇത് ബ്രാൻഡഡ് സാധനമല്ലേ എന്ന് അവൾ അതോർത്ത് പേടിച്ച് ഇവനോട് വില കൂടിയ സാധനങ്ങളൊന്ന് വാങ്ങിക്കണം എന്ന് പറയും. അപ്പോഴാണ് അവനും ഏത് വില കൂടിയ സാധനം ഒന്നുമില്ല, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഇതെടുത്തോ അല്ലെങ്കിൽ വേറെ വാങ്ങിച്ചു തരാം എന്ന് അവൻ പറയുമ്പോഴാണ് ഇവൾക്കാണെങ്കിൽ സംശയം വരും. ഒരു ഇനിയിപ്പോ ഇവൻ ആരെങ്കിലും പറ്റിച്ചിട്ട് ലോക്കൽ സാധനം കൊടുത്തതാണോന്ന്. അതുകൊണ്ട് മണ്ടനായ ഇവനെ വെറുതെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഇവളും ബ്രാൻഡഡ് ഐറ്റം ആയിട്ട് വിചാരിക്കും. അങ്ങനെ അതിനുശേഷം കൂട്ടുകാരന് ക്ലബിന്റെ വിഷയമായിട്ട് ഒരു മെസ്സേജ് വരുമ്പോഴാണ് അവൻ നേരെ ലുവാന്റെ ക്ലബിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവളാണ് എന്നെ അതിനെ ധൃതി വിളിച്ചെന്ന് പറഞ്ഞ് അവൾ ഇവനോട് ചോദിക്കുമ്പം അവന് കോളേജ് കുറച്ച് പുതിയ ക്ലാസ് ഒക്കെ വരുന്നുണ്ട്, ഇവളുടെ ക്ലബ്ബ് ചിലപ്പോൾ ഇല്ലാതാക്കുമെന്ന് പറയും. കാരണം ഇവളുടെ ക്ലബിലാണ് ആരും തന്നെ ഇല്ല, അതുകൊണ്ട് ആൾക്കാരില്ലാത്ത ക്ലബ്ബൊക്കെ എടുത്തു കളയെന്ന് ഇവനും പറയുമ്പം അവളാണ് ഇത് കേട്ട് മൊത്തത്തിൽ വിഷമിച്ചിരിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും എങ്കിൽ പിന്നെ നമ്മ രണ്ടും കൂടെ ചേർന്ന് ഇതിന്ന് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് അവളും ചോദിച്ചു നോക്കുമ്പോഴാണ് കൂട്ടുകാരനും അവനിത് ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ലുവാനാണ് മൊത്തത്തിൽ അപ്സെറ്റായി അന്ന് രാത്രി ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം റെൻ ഇവൾക്ക് വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് അവന് ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഇവൻ ഇപ്പൊ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാറ്റ് ചെയ്യുന്ന എയെ കുറിച്ച് ഇവൾക്ക് വീഡിയോ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇതിനോട് എന്ത് ചോദിച്ചാലും അതിനോട് ഉത്തരം കിട്ടുമെന്ന് ഇവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലുവാന്റെ ചിന്തയെല്ലാം വേറെ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പോഴാണ് അത് മനസ്സിലാക്കുന്ന അവനാണ് ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കുമ്പം അവള് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവനോട് സത്യം പറയത്തില്ല. അപ്പോഴാണ് അവനും ലുവാൻ ഞാൻ നിന്നോട് എന്തോ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ തമ്മിൽ പരസ്പരം കള്ളം പറയില്ലെന്ന്, നിനക്ക് സങ്കടമുണ്ട് അത് നീ എന്നോട് പറയണം, എന്നാലേ നമ്മൾ തമ്മിൽ സംസാരിച്ച് അത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഇവന് ചോദിക്കുമ്പോഴാണ് അവൾ ആ ക്ലബിന്റെ കാര്യം ഇവനോട് പറയും. ക്ലബ്ബിൽ ആൾക്കാരൊന്നും ഇല്ലാത്തോണ്ട് ഇവളുടെ ക്ലബ്ബിൽ എടുത്തു കളയാൻ പോവാന്ന്. അങ്ങനെ ആ വിഷമത്തിൽ അവളെന്ന് പറയുമ്പം റന്നാണ് ഇതിനൊരു സൊല്യൂഷൻ അവൻ കണ്ടെത്തി തരാന്ന് പറയും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ ഇവളെ ധൈര്യമായിട്ടിരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ലുവാനും എല്ലാ വിഷയവും ഇവൻ സോൾവ് ചെയ്യാൻ വിചാരിക്കുന്ന അവൾക്ക് കുറച്ച് മോശമായിട്ട് തോന്നുന്നു പറയുമ്പം പെട്ടെന്ന് അവനും എങ്കിൽ പിന്നെ അവനോട് ചോദിക്കാൻ താല്പര്യമില്ല എങ്കിൽ പിന്നെ ഇവൻ ഇപ്പോൾ ഉണ്ടാക്കിയ ആ എയോട് സംസാരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനെ കൊണ്ട് മനുഷ്യരെ പോലെ സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവൾക്ക് അതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് ഇവളും കോൾ വയ്ക്കുന്ന മുമ്പേ അവന് കിസ്സ കൊടുത്തിട്ട് ഇവൾ വെച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് അവളുടെ കൂട്ടുകാരുടെ കയ്യിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ് ഇരിക്കാൻ തന്നിട്ട് ഇത് എവിടെ നിന്ന് കിട്ടുന്ന ലുവാൻ ചോദിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും ഇതിനെക്കുറിച്ച് പറയണ്ട, ഇത് നല്ല വില കൂടിയ സാധനമാടി, ഇതെന്തായാലും അവനെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല, മിക്കവാറും ആരെയും അവനെ പറ്റിച്ചായിരിക്കും എന്നിനെ കൂട്ടുകാരിയും പറയുമ്പം അവളുടെ റൂംമേറ്റ് ആണ് കണ്ടിട്ട് ഒറിജിനൽ സാധനമാണെന്ന് അവൾ പറയും. അപ്പോഴാണ് കൂട്ടുകാരിയും ഒറിജിനൽ ആണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും എന്തായാലും അവന്റെ മനസ്സ് മതി എന്ന് പറഞ്ഞിട്ട് ഇവൾ എന്തായാലും ഉള്ള സ്നാക്സ് എല്ലാം കൂടി ഇതിനകത്ത് എടുത്തു വെക്കാൻ തീരുമാനം എടുക്കും. അങ്ങനെ അതുകൊണ്ട് അവരെല്ലാരും കൂടെ ആ ബാഗ് അവർ സ്നാക്സിന്റെ പ്ലേസ് ആയിട്ട് യൂസ് ചെയ്യും. അതിനുശേഷം കിടക്കാൻ പോകുന്ന മുമ്പ് ലുവാനാണ് എന്നെ അയച്ചെന്ന് മറ്റേ എയോട് ചാറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അതുകൊണ്ട് കൂട്ടുകാരിയും ഇതെന്തോടി എ ചാറ്റോ എങ്കിൽ പിന്നെ എനിക്കും കൂടെ അയച്ചുതരാമോ ഏതിനെ കൂട്ടുകാരി വയ്ക്കുമ്പം ലുവാനും അവൾ ലിങ്ക് അയച്ചു
അയച്ചു തരാന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം ലുവാനും ആ ആയിട്ട് ചാറ്റ് ചെയ്യുമ്പോഴാണ് ഇവൾക്ക് അപ്പം തന്നെ മറുപടി കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അവളുടെ കൂട്ടുകാരിക്ക് ആ ഇൻസ്റ്റാൾ പോലും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവളും ഇതെന്തോടെ എന്നെ കൊണ്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിക്കുമ്പോൾ ലുവാനും അവളാണ് നാളെ റെന്നിനോട് പറയാൻ പറയും. അങ്ങനെ അതിനുശേഷം ലുവാനും ഞാൻ എന്റെ ബോയ് ഫ്രണ്ട് മിസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെ എയുടെ കൂടെ ചാറ്റ് ചെയ്യുമ്പം പെട്ടെന്ന് റെന്നിന്റെ ഫോട്ടോസാണ് ആ ഇവൾക്ക് അയച്ചു തരും. അങ്ങനെ അത് കണ്ട് ഇവളാണ് ഷോക്കായിട്ട് റെന്നിന്റെ ഫോട്ടോ നിനക്ക് എങ്ങനെ കിട്ടി എന്ന് ഇവൾ ചോദിക്കുമ്പം ആ ആണ് റെന്നിന്റെ ഫോട്ടോയൊക്കെ അവന്റെ ഫോണിൽ സ്റ്റോറേജ് യൂസ് ചെയ്ത് എടുത്താന്ന് പറയും. അതുകൊണ്ട് ഇവളും കുറെ ഫോട്ടോസ് ആ എയോട് ചോദിച്ചു വാങ്ങിക്കും. ഇതിൽ തന്നെ മനസ്സിലാക്കാം ഇവൾ ചാറ്റ് ചെയ്യുന്ന എയോടൊന്നുമില്ല റെന്നിനോട് തന്നെയാ. അതിനുശേഷം അടുത്ത ദിവസം സീനിയറാണ് രാവിലെ തന്നെ റെന്നി വീഡിയോ കോളേജ് സംസാരിക്കും. ഹേ ബ്രോ, എനിക്കൊരു സംശയമുണ്ട് എന്നിനെ സീനിയർ ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് റെന്നും എന്തോ പറ്റി ഇപ്പൊ നിനക്ക് സംശയം വരാൻ തുടങ്ങിയോ, ഏത് സബ്ജക്റ്റാണ് നിനക്ക് സംശയം എന്ന് റെൻ ചോദിക്കുമ്പോഴാണ് സീനിയറും എന്റെ സബ്ജക്ട് ഫോണാണ്, ഈ ഫോൺ എങ്ങനെ യൂസ് ചെയ്യുന്ന നിനക്കറിയാവോ, ഞാൻ ഇപ്പൊ വാങ്ങിച്ചേ ഉള്ളു എന്നിനെ സീനിയർ പറയുമ്പോൾ ഇത് കേട്ട് റെന്നി ഷോക്കായിട്ട് നീ ഫോൺ വാങ്ങിച്ചോ, എങ്കിൽ പിന്നെ നീ എന്നോട് ചോദിച്ചത് നന്നായി, ഇതിനെ കുറിച്ച് ഫുൾ എനിക്കറിയാം, നിനക്ക് എന്തോ സംശയം എന്ന് റെൻ ചോദിക്കുമ്പോഴാണ് അവനും ഇതിനകത്ത് എങ്ങനെ കൂട്ടുകാരുടെ നമ്പർ സേവ് ചെയ്യുന്നതെന്നും അവളുടെ വാട്സാപ്പ് അക്കൗണ്ടിൽ ചാറ്റ് ചെയ്യുന്നതെന്നും ഇവൻ അറിയത്തില്ലെന്നറിയും. അങ്ങനെ അതുകൊണ്ട് റെന്നാണ് അവനത് ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ കസിന് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഇവളുടെ അക്കൗണ്ടിലേക്ക് സീനിയറാണ് റിക്വസ്റ്റ് ഇട്ടേക്കും. ഇത് കണ്ട് ഇവളാണ് പുച്ചത്തി ഷടാ അവൻ ഫോൺ പോലും യൂസ് ചെയ്യത്തില്ല, എന്നെ കുറിച്ച് മനസ്സിലാക്കി അവന്റെ പേര് ആരോണ്ട് അക്കൗണ്ട് എടുത്തേക്കുക, ഞാനെന്തോ മണ്ടി ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാൻ എന്നിട്ട് അവളങ്ങ് റിജക്ട് ചെയ്യും. എന്നിട്ട് ഇന്ന് ലുവാന് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവളാണ് റെന്നിനെ കാണാൻ വേണ്ടി ചെന്നേക്കും. അങ്ങനെ അതുകൊണ്ട് അവന് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തേക്കുമെന്നറിഞ്ഞ് ഇവനെ പുറത്ത് വിളിച്ചു വരുത്തുമ്പം പെട്ടെന്ന് അവളാണ് ചാടിപ്പോയി അവനെ ഹഗ് ചെയ്യും. അതോടെ അവനാണ് സർപ്രൈസ് ആയിട്ട് ഇവളെന്തോ ഒന്നും പറയുന്നറിഞ്ഞ് അവളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പം ഇവന്റെ സാറാണ് അവിടെ നടന്നു പോകും. അതോടെ അവളാണ് പേടിച്ചിട്ട് അയ്യോ നിന്നെ ഇങ്ങനെ കണ്ടത് അവരെല്ലാം ഭക്ഷണം ഉണ്ടാക്കുമോ എന്ന് ഇവള് പേടിക്കുമ്പം അവനന്ന് കുഴപ്പമില്ലെന്നറിയും. എന്നിട്ട് അവനും ഇത്രയും ദൂരം ട്രെയിനിൽ വന്നത് ഇവൾക്ക് ക്ഷീണമെല്ലാം ചോദിക്കുമ്പം അവളാണ് ഇവനെ കണ്ടപ്പോ ആ ക്ഷീണമെല്ലാം പോയെന്നറിയും. ഒരു ശിവനെല്ലാം വർക്കുണ്ട് പോയി ചെയ്തോളം പറയുമ്പോഴാണ് അവനാണ് ഇപ്പൊ വർക്കൊന്നുമില്ല ചുമ്മാ പുറത്ത് കറങ്ങാൻ വേണ്ടി ഇരുന്നേന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിച്ചോണ്ട് പുറത്ത് പോകാൻ വേണ്ടി ഇരിക്കും. അപ്പോഴാണ് അവന് പോകുന്ന മുമ്പേ തന്നെ ഇവളെ ഹഗ് ചെയ്തിട്ട് അവളെ ആശ്വാസപ്പെടുത്തും. അങ്ങനെ അതിനുശേഷം അവന്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇവെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് അവിടെ ചെറാൻ ഇവൾക്ക് ഫുഡൊക്കെ എടുത്തു കൊടുത്ത് ഇവളെ നല്ലോണം കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവെല്ലാം ഒരുമിച്ച് കഴിച്ചിട്ട് ഇവിടെ റെന്നും ലുവാനും കൂടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ലുവാൻ ഇവന്റെ ഫ്രണ്ട്സ് എല്ലാം അടിപൊളിയാന്ന് പറയും. കാരണം അവരൊക്കെ പഠിച്ചതിന് ശേഷം എന്തോ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച്. പക്ഷെ ഇവൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്ന് ഇതുവരെ തീരുമാനിച്ചില്ലെന്ന് പറയുമ്പോൾ അവനാണ് ഇവൾക്ക് കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം, അതേപോലെ ഡോക്ടർ പഠിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി പറയും. അതോടെ അവൾക്കാണ് പിടിയിട്ടിട്ട് ന്യൂട്രീഷൻ പഠിക്കാനല്ലേ പറഞ്ഞ പോലെ അപ്പൊ എനിക്ക് ഫുഡും ഉണ്ടാക്കാം എന്നിട്ട് അവളും ന്യൂട്രീഷൻ ഡോക്ടറായിട്ട് മാറാൻ വേണ്ടി തീരുമാനിക്കും. അതിന്റെ കൂടെ തന്നെ ഇവളുടെ ഇപ്പോഴത്തെ ക്ലബ്ബും ന്യൂട്രീഷൻ ആക്കി മാറ്റിയ പിന്നെ കുറെ ആൾക്കാരും ചേരും. അങ്ങനെ അതും പറഞ്ഞ് അവൾ സന്തോഷിച്ചിരിക്കുമ്പം ഇവനും ഇവളെയും വിളിച്ചോണ്ട് ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് ചെല്ലും. അതിനുശേഷം അവനും ഇവിടുന്ന് സ്റ്റാർസ് കാണാന്ന് പറഞ്ഞിട്ട് അവൾക്ക് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവളാണ് അങ്ങ് ദൂരെ കാണുന്ന എന്തോന്ന് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും അതാ സാറ്റൻ എന്ന് പറഞ്ഞിട്ട് അതിനെ പോലെ തന്നെ ഇവൻ പറയും, അതായത് ഇവൾ എപ്പോഴും വിട്ടുകൊടുക്കത്തില്ല. എന്നിട്ട് ഇവിടെ സീനിയർ ആണ് അവന്റെ റിക്വസ്റ്റ് കസിൻ അക്സെപ്റ്റ് ചെയ്യാത്തോണ്ട് ഒരുപക്ഷെ അവളുടെ ഫോണിൽ നെറ്റ് കാണത്തില്ലെന്ന് ഇവൻ കുറെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചിലപ്പോൾ നെറ്റ് ഇല്ലാത്ത കൊണ്ടാ അവൾ അക്സെപ്റ്റ് ചെയ്യാത്തെന്ന് പറഞ്ഞ് അവൻ തന്നെ തീരുമാനിച്ചിട്ട് ഒരു 100 രൂപയ്ക്ക് അവൾക്ക് റീചാർജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവനും ഞാനാ ഷീബായ് നിനക്ക് ഇപ്പൊ എന്നെ അക്സെപ്റ്റ് ചെയ്യാലോന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ഇട്ട് കൊടുക്കുമ്പം ഇത് കാണുന്ന കസിനാണ് ഷോക്കായിട്ട് എടാ പരമനാറി എനിക്ക് 100 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് പറഞ്ഞ് ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യോ എന്നിട്ട് അവൾ ദേഷ്യത്തി അപ്പൊ തന്നെ വീഡിയോ കോൾ ചെയ്യും ഇവൻ ആരാന്ന് കാണാൻ വേണ്ടി. അപ്പോഴാണ് കോൾ വരുമ്പോ ഇവിടെ സീനിയർ ഒന്നും പിടികിട്ടാതെ അവനത് എങ്ങനെ എടുക്കണമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവനും അവിടുത്തെ ഒരു ബട്ടൺ നോക്കിയിട്ട് ചെവി വയ്ക്കുമ്പോഴാണ് ഇത് വീഡിയോ കോളെന്ന് അവന് മനസ്സിലാത്തില്ല. അപ്പോഴാണ് ഇത് കണ്ട് അവളാണ് പേടിച്ചിട്ട് എടാ കോഴി നീ എന്നെ സെറ്റാക്കാൻ നോക്കുന്നോടാ, നീ 100 രൂപ അയച്ചെന്ന് പറഞ്ഞാൽ സെറ്റാന്ന് വിചാരിച്ചോടാ, നീ എന്നെ ശല്യപ്പെടുത്തിനുള്ള പൈസയാടാ അത് വച്ചിട്ട് പോടാ എന്ന് ഇവള് ഫോൺ കട്ട് ചെയ്തിട്ട് അവന്റെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അപ്പോഴാണ് ഇവനുള്ള തെറിയെല്ലാം കേട്ടിട്ട് ചേടാ ഇത് വീഡിയോ കോൾ ആയിരുന്നു നന്നായി അവൾ എന്നെ ബ്ലോക്കും ചെയ്ത് എന്നിട്ട് അവൻ ഇവിടെ പെട്ടുപോയി കിടക്കും. അതിനുശേഷം അടുത്ത ദിവസം ലുവാനാണ് ആ ബേക്കിംഗ് ക്ലബ്ബ് മാറ്റിയിട്ട് ന്യൂട്രീഷന്റെ ക്ലബ്ബാക്കി മാറ്റും. അങ്ങനെ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. കാരണം റെന്ന അവന്റെ സ്വിമ്മിംഗ് ക്ലബ്ബിലുള്ളവരൊക്കെ ഇവിടെ ചേരാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അങ്ങനെ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചേരുമ്പം ഇവൾ ഇവിടെ സന്തോഷത്തിരിക്കും. അതിനുശേഷം ഇവിടെ കൂട്ടുകാരനാണ് അവന്റെ ഗേൾഫ്രണ്ട് വിളിച്ചോണ്ട് പുറത്തേക്ക് ചെന്നിട്ട് ഇവൾക്കൊരു ഗിഫ്റ്റ് ആണെന്ന് അറിയും. അങ്ങനെ അത് എന്തുവാന്ന് കാണിക്കുമ്പോഴാണ് റെന്നും ലുവാനും കൂടെ ചെയ്ത പോലെ തന്നെ ഇവനും ഇവളുടെ കൈയുടെ ഒരു ഡിസൈൻ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കും. കാരണം ഇത് കാണുമ്പോൾ അന്ന് ഹീറോയ്ക്ക് മൊമെന്റ് ഇവൾ ആ ബസ്സിൽ അവനെ ഓട്ടിച്ച സംഭവം ഓർമ്മ വരാൻ വേണ്ടി. അങ്ങനെ അതോടെ അവൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞ് ഇവന്റെ കൂടെ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പം അവന് മറ്റേ ബാഗ് അപ്പൊ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കും. കാരണം ഇവളുടെ ഇപ്പൊ ഇല്ലാത്തോണ്ട്. അപ്പോഴാണ് കൂട്ടുകാരിയും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം കോളേജ് ഇട്ടുണ്ടോയ പിന്നെ എല്ലാരും കൂടെ ഷോ കാണിക്കുമെന്ന് വിചാരിക്കുമെന്ന് ഇവൾ ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പം അവനാണ് ആ മാളിലെ സ്റ്റാഫ് പറഞ്ഞിട്ട് ഈ സാധനം വാങ്ങിച്ചെന്നറിയും. അങ്ങനെ അയാൾ കൂടിയ സാധനം പറഞ്ഞ് അറിയാതെ വാങ്ങിച്ചോ എന്ന് പറയുമ്പം ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് എന്തോ നീ ഷോപ്പിംഗ് മാളിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്, അപ്പൊ സത്യത്തിൽ ഇത് ബ്രാൻഡഡ് ആണോ
എന്നിന് അവളും പേടിച്ചിട്ട് ഇത്രയും പൈസ എവിടെ നിന്നും ചോദിക്കുമ്പം അവനാണ് ഇവന് ലവ് സെറ്റായും കാര്യം അറിഞ്ഞ് വീട്ടിൽ നിന്ന് അയച്ചെന്ന പൈസയെന്നറിയും. അതോടെ അവൾ അപ്പം തന്നെ ആ ബാഗിൽ നിന്ന് സാധനങ്ങൾക്ക് എടുത്തു കളയാൻ വേണ്ടി റൂമിലേക്ക് ഓടി ചെല്ലും. ഇതിനേശ് ഇവിടെ സീനിയർ നേരിട്ടിപ്പോ കസിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവളാണ് ഇവൻ ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളോട് ഇങ്ങനെ അടുത്തേക്ക് വരും. അങ്ങനെ ഇവന്റെ പേരും പറഞ്ഞ് ആരാണ്ടൊക്കെ ഇവൾക്ക് മെസ്സേജ് അയക്കുമെന്ന് പറയുമ്പം ഇത് കേട്ട് അവനാണ് ഞാനാ നിനക്ക് അയച്ചെന്ന് പറഞ്ഞ് അവൻ അത് കാര്യമായിട്ട് ഇപ്പൊ സംസാരിക്കാൻ വന്നതെന്ന് പറയും. എന്നിട്ട് സീനിയറും ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ട് ഇത് വായിച്ചു നോക്കി ഇവന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ചീത്ത വിളിച്ച മണ്ടനൊക്കെ ഞാനാന്ന് പറയുമ്പം അവളാണ് ചമ്മിപ്പോയിട്ട് അപ്പൊ എനിക്ക് 100 രൂപ അയച്ചെന്ന് ആ മരമണ്ടൻ ഇവനായിരുന്നു. അതിനകത്ത് ഷീബ എനിക്ക് വേണ്ടി ഫോം വാങ്ങിച്ചു എന്ന് ഇവള് സന്തോഷത്തിരിക്കുമ്പം അത് പുറത്തൊന്നും കാണിക്കത്തില്ല. എന്നിട്ട് അവനും എന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഒരു ഫോം ഇവളുടെ കൊടുക്കുമ്പം അവൾ എല്ലാരും കേൾക്കത്തക്ക രീതിയിൽ ഏത് ഫോം എന്ന് പറഞ്ഞ് അവൾ ശബ്ദിച്ച് ചോദിക്കും. അപ്പോഴാണ് സീനിയറും എന്റെ റിക്വസ്റ്റ് നീ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഫോം എഴുതിയേക്കുക, ഇത് വായിച്ചു നോക്കിയിട്ട് നീ എന്നെ അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ നിനക്ക് സത്യം ചെയ്യാം, നീ അയച്ച അടുത്ത സെക്കൻഡ് തന്നെ ഞാൻ നിനക്ക് റിപ്ലൈ ഇട്ടേക്കും എന്ന് നിന്റെ സ്വന്തം എക്സ് ബോയ് ഫ്രണ്ട് ഷീബായ് എന്നിട്ട് അവൻ ആ പേപ്പർ വായിച്ചു കാണിക്കുമ്പോഴാണ് ഇത് കണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാരും കൂടെ ഇത് ഭയങ്കര റൊമാൻസ് ആയി പോയി എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും. അതിനേശ് ഇവിടെ കസിന് സന്തോഷത്തി അപ്പൊ തന്നെ ഇവൻ അൺബ്ലോക്ക് ചെയ്തിട്ട് അവൻ അക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് ഇവന് ഭയങ്കര സന്തോഷത്തില്ല. എന്നിട്ട് ഇവിടെ ലൂവാൻ ഒരു ഫ്ലവർസ് വരുമ്പോഴാണ് അവള് റെന്നിന്റെ അടുത്ത് വന്നേക്കോന്ന് പറഞ്ഞ് സന്തോഷത്തിരിക്കും. അപ്പോഴാണ് ഇവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നൊരു ശബ്ദം കേൾക്കും. അപ്പോഴാണ് അവളാണ് ഷോക്കായിട്ട് റെൻ നീ എപ്പോഴും ഇവിടെ വന്ന് എന്നിട്ട് അവള് ചാടി അവനെ ഹഗ് ചെയ്യുമ്പം ഇവനാണ് ഇപ്പൊ വന്നേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഇവന്റെ മാസ്ക് ഊരിത്തരാൻ വേണ്ടി പറയും. അതിനേശം അവത്തെ റൊമാൻസ് ഒക്കെ ചെയ്തിട്ട് അവന്റെ ഫ്രണ്ട്സും ഇവളുടെ ക്ലബ്ബ് തിരിച്ചു പിടിച്ചതിന് കൺഗ്രാജുലേഷൻ പറയാൻ വിളിക്കാന്ന് പറഞ്ഞ് അവരെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കും. അങ്ങനെ അതുകൊണ്ട് അവന്മാരെല്ലാരും കൂടെ എപ്പൊ നോക്കിയാലും റെൻ എന്നെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത്. കൂടാതെ ഏഴ് ചാറ്റ് ചെയ്ത് ഇവനാന്ന് അവന്മാരൊക്കെ സത്യം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇവിടെ റെന്നാണ് മൊത്തത്തിൽ പെട്ടുപോയി നിൽക്കും. അങ്ങനെ അതുകൊണ്ട് അവന്മാർ നൈസിന് സിഗ്നൽ എന്ന് പറഞ്ഞ് ആ കോളം കട്ട് ചെയ്യും. അപ്പോഴാണ് ഇവളാണ് ദേഷ്യത്തി എടാ അപ്പൊ ഇത് അല്ലായിരുന്നു നീ ആയിരുന്നു എന്നിട്ട് ഇവൾ വയ്ക്കുമ്പോൾ അവനും ഇവൻ ഉണ്ടാക്കിയ ഇവൾക്ക് അയച്ചില്ലെന്നറിയും. അതോടെ അവള് മൊത്തം ചമ്മി പോയിരിക്കുമ്പോഴാണ് ഇവൻ ഏക്ക് വരം എന്നോട് സംസാരിച്ച മതി എന്നറിഞ്ഞ് ഇവളോട് ആ കാര്യമൊക്കെ പറയുമ്പോഴാണ് അവളും അപ്പൊ ഫോട്ടോസൊക്കെ എടുത്ത് ഇവനാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന ഇവന് ഫോട്ടോ ഒന്നും എടുക്കറിയാത്തോണ്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഒരു പോസിൽ നിന്നിട്ട് ഇവൾക്ക് ആ ഫോട്ടോസ് അയച്ചു കൊടുത്ത്. അങ്ങനെ ഇതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.